ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി യാത്രക്കാരത്ത് കണ്ടില്ലെന്ന് നടിച്ചാലേ യൂത്ത് ലീഗ് സിന്ദാബാദ്, യൂത്ത് ലീഗ് സിന്ദാബാദ്. ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി രൂപയുടെ അടുത്ത് ഇവിടുത്തെ ഓട്ടോ തൊഴിലാളികൾ കെട്ടിവെച്ചാൽ മാത്രമേ ഈ പറയുന്ന സ്ഥലത്ത് ഓട്ടോ നിർത്തി ആളെ കയറ്റി ഇവിടുത്തെ സാഹചര്യം മുഴുവനും മാറിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ചടങ്ങിനെത്തിയ മുഴുവൻ ആളുകളെ ഈ സഹായ ധർണ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി പാർക്കൽ അബ്ദുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. വടകര റെയിൽവേ സ്റ്റേഷൻ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങളിൽ നിന്ന് കൊള്ളയടിക്കുന്ന രൂപത്തിലേക്കുള്ള ഒരു സമീപനം സ്വീകരിക്കുന്നു എന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു റെയിൽവേ സ്റ്റേഷന് മുന്നിൽ പാർക്കിംഗ് ഫീ വർധനവിനെതിരെ ഒരു ധർണാ സമരം യൂത്ത് ലീഗ് വടകര നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ചു. നമുക്കൊക്കെ അറിയാം, റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ യാത്രാ പ്രശ്നം വളരെ രൂക്ഷമായ ഒരു സാഹചര്യമാണ്. ഇന്നിപ്പോ നാഷണൽ ഹൈവേയിൽ വർക്ക് നടക്കുന്നു. ഇത് വർക്ക് നടന്നാലും ഇല്ലെങ്കിലും ആളുകൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് റെയിൽവേയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തീവണ്ടി യാത്രയാണ്. ഈ ട്രെയിൻ യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നിപ്പോ വലിയ വർധനവാണ്. വിശേഷിച്ച് വടകരയിൽ ഉണ്ടായിരിക്കുന്നത് നേരത്തെയുള്ളതിന്റെ 100 ഇരട്ടി വർധനയാണ് ഈ യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ട്രെയിൻ യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ആ ട്രെയിൻ യാത്രക്കാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും വളരെ വലുതാണ്. ഇവിടെ ഇപ്പോ വന്ദേ ഭാരത് വന്നു. വന്ദേ ഭാരത് വന്നതിന് ശേഷം ഉള്ള അവസ്ഥ എന്താ? വടകരയിൽ ഒരാൾക്ക് നേരത്തെ വരണമെങ്കിൽ 9 മണി 10 മണിക്ക് ഏതാ ട്രെയിനിന്റെ പേര്? എക്സിക്യൂട്ടീവ്. ഇപ്പൊ എത്ര മണിക്കാ? നേരത്തെ ഒരു 9-9:30 മണിയാവും. 9 മണിക്ക്. ഇപ്പൊ 11:30 മണിക്കാണ് കോഴിക്കോട് എത്തുന്നത്. ട്രെയിന് കുറയുകയാണ്, യാത്രക്കാർ കൂടുകയാണ്. എന്നിട്ടും അധികൃതരുടെ ഭാഗത്ത് നിന്ന്, ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന്, കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വളരെ മോശമായ സമീപനമാണ് സ്വീകരിക്കുന്നത്. യാത്രക്കാരെ കൊള്ളയടിക്കാനും യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കാനുമുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത്. ഇപ്പൊ ഇവിടെ പാർക്ക് ചെയ്യുന്ന ആളുകൾ, ഇപ്പൊ ഈ ഓട്ടോറിക്ഷക്കാർ ഇന്ന് വരെ ഇവിടെ ആളുകളെ എടുക്കാൻ വേണ്ടി വരുന്നതാണ്. അവരിന്ന് വരെ ഇവിടെ മാത്രമല്ല, കേരളത്തിൽ ഒരു റെയിൽവേ സ്റ്റേഷനിലും അവർ മാസം ഒരു ഫീ കൊടുക്കേണ്ടി വരുന്ന സാഹചര്യം എവിടെയുമില്ല. ഇന്നിപ്പോ ഇവരൊക്കെ മാസം 3 മാസം കൂടുമ്പോ 600 രൂപ കൊടുക്കണം എന്നാണ് പറയുന്നത്. പോകുന്ന ആളുകൾ അവർക്ക് സൗകര്യമൊരുക്കേണ്ടതാരാ? ഇത് ആരുടെയെങ്കിലും തറവാട്ടുമൊക്കെ സ്വന്തമായുള്ളതല്ല. ജനങ്ങളുടെ നികുതി പണം കൊണ്ടാണ് ഈ വികസനമൊക്കെ നടക്കുന്നത്. ജനങ്ങൾ മുണ്ട് മുറുക്കി വിടുന്നതാണ് നികുതി കൊടുക്കുന്നത്. നികുതി കൊടുക്കുന്നത് എന്തിനാ? അത് വികസനത്തിന് വേണ്ടിയാണ്. സാധാരണക്കാരൻ 10 60 രൂപ 10 55 രൂപക്ക് കൊടുക്കേണ്ട